അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് തെക്കു പടിഞ്ഞാറൻ ഐസ്ലാൻഡിക് പട്ടണമായ ഗ്രിൻഡാവിക്കിലൂടെ ഒഴുകുന്ന ലാവയാണ് ദൃശ്യങ്ങളിലുള്ളത്. ജനുവരി 14 പുലർച്ചെ റെയ്ക്ജാൻസ് ഉപദ്വീപിലെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് ഗ്രിൻഡാവിക് ടൗണിലൂടെ ലാവ ഒഴുകിയെത്തുകയായിരുന്നു. ഉരുകിയൊഴുകുന്ന ലാവയിൽ പല വീടുകളും ഇതിനോടകം കത്തിനശിച്ചിട്ടുണ്ട്. കൂടാതെ ഗ്രിൻഡാവിക്കിലേക്കുള്ള വെള്ളവും വൈദ്യുതിയും നിലച്ചു. ഭൂകമ്പ ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് പ്രദേശത്തെ താമസക്കാരെ ഒഴിപ്പിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് പർവ്വതം പൊട്ടിത്തെറിച്ചത്. ഇത് ആളപായം ഇല്ലാതാക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഐസ്ലാൻഡ് മെറ്റീരിയോളജിക്കൽ ഓഫീസ് പ്രകാരം രാവിലെ 8 മണിക്കാണ് സ്ഫോടനം നടന്നതെന്ന് പറയുന്നു. ഐസ്ലാൻഡിന്റെ തലസ്ഥാന നഗരമായ റെയ്ക്ജാവിക് രാജ്യത്തിന്റെ തെക്കുഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. റെയ്ക്ജാവിക് സിറ്റി പണിതുയർത്തിയിരിക്കുന്നത് തന്നെ ലാവ ഫീൽഡിലാണ്. അഗ്നിപർവ്വതങ്ങളും ഒഴുകി നടക്കുന്ന മഞ്ഞുമലകളും ലാവ വയലുകളും ഇടകലർന്നു നിൽക്കുന്ന ഐസ്ലാൻഡിന്റെ ഭൂപ്രകൃതി തന്നെ ഏറെ വൈവിധ്യം നിറഞ്ഞതാണ്. 130ഓളം അഗ്നിപർവ്വതങ്ങളാണ് ഐസ്ലാൻഡിലുള്ളത്. ഇതിൽ തന്നെ 33 സജീവമായി നിലനിൽക്കുന്നവയാണ്. മറ്റേത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉള്ളതിനേക്കാളും കൂടുതലാണിത്. മാത്രമല്ല, ഐസ്ലാൻഡിൽ പല അഗ്നിപർവ്വതങ്ങളും മഞ്ഞുപാളികൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സവിശേഷതകൾ കൊണ്ട് തന്നെ ലാൻഡ് ഓഫ് ഐസ് ആൻഡ് ഫയർ എന്നറിയപ്പെടുന്ന ഐസ്ലാൻഡിൽ കടുത്ത മഞ്ഞ് മൂലവും അഗ്നി മൂലവും ജനങ്ങൾ പ്രതിസന്ധിയിലാകാറുണ്ട്. അതേസമയം ഏറ്റവും പുതിയ ലാവാസ്ഫോടനം ഗ്രിൻഡാവിക്കിലുള്ള 3800 നിവാസികളുടെ ജീവിതത്തെയും അനിശ്ചിതത്വത്തിലാക്കി. ആളുകൾ അവരുടെ വീടുകൾ മാറി താമസിച്ചുവെങ്കിലും വീടുകൾ പലതും പൂർണ്ണമായി കത്തി നശിക്കുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഏകദേശം 3 വർഷത്തിനിടെ ഐസ്ലൻഡിലുണ്ടാകുന്ന 5ാമത്തെ അഗ്നിപർവ്വത സ്ഫോടനമാണിത്. അതിൽ തന്നെ ഗ്രിൻഡാവിക്കിൽ അടുത്തടുത്ത മാസങ്ങളിലായി ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത ഭീഷണികളും സജീവമായിരുന്നു. നവംബർ മാസത്തിൽ നഗരത്തിനടിയിലൂടെ മാഗ്മയുടെ തുരങ്കം നീങ്ങുന്നതായി ശാസ്ത്രജ്ഞർ റിപ്പോർട്ട് ചെയ്യുന്നതിനെ തുടർന്ന് നഗരത്തിലെ 4000 നിവാസികളിൽ ഭൂരിഭാഗം പേരെയും നവംബർ 11 തന്നെ ഒഴിപ്പിക്കാൻ ഉത്തരവിടുകയുണ്ടായി. ദിവസവും 100 ചെറു ഭൂകമ്പങ്ങൾ വരെ നടക്കുന്ന ഇവിടുത്തെ വീടുകളിലും കെട്ടിടങ്ങളിലും വലിയ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കൂടാതെ കഴിഞ്ഞ ഡിസംബർ 18 റെയ്ക്ജാവിക്കിന്റെ തെക്കു പടിഞ്ഞാറായി ഏതാണ്ട് ഇതേ സ്ഥലത്ത് തന്നെ സ്ഫോടനം നടന്നിരുന്നു. ആ സമയം ആളുകളെ മാറ്റിയതിനു ശേഷം ഡിസംബർ 23 അവരെ തിരികെ കൊണ്ടുവരാൻ അനുവദിച്ചത്. എന്നാൽ അടുത്ത ദിവസം തന്നെ വീണ്ടും ഒഴിപ്പിക്കൽ നടന്നു.